നമസ്കാരം. കഴിഞ്ഞ മാസം ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അന്ന് തന്നെ തിരിച്ചു പോരും. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ AC വെയിറ്റിംഗ് റൂമിൽ പോയി ഇരിക്കാതെ നമ്മുടെ PNR നമ്പറും ഇതൊക്കെ കൊടുത്ത 30 രൂപ കൊടുത്ത ഒരു മണിക്കൂർ അങ്ങനെ ആ റേഞ്ചിൽ അവിടെ ഇരിക്കാം. ഞാൻ കയറി ഇരിക്കാൻ നല്ല രാജകീയമായിട്ടുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട്. സർവീസൊക്കെ മോശമാണ്. ഏതായാലും അവിടെ ചെന്നപ്പോൾ ഒരു പെൺസംഘം ഒരു 5-8 പെൺകുട്ടികളുണ്ട്. ഇങ്ങോട്ട് കയറി വന്ന് നേരെ ഒരു 3-4 ടോയ്ലറ്റിലേക്ക് പോയിട്ട് വാതിലെ കുറ്റിയിട്ടു. പിന്നെ കുറേ നേരത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് വരെ അണക്കൂല. അപ്പോൾ ഓരോ സ്ത്രീകൾ ഗർഭിണികളടക്കം വാതിൽമേ മുട്ടുമ്പോൾ ഇടയ്ക്ക് വാതിൽ തുറന്നിട്ട് പറയും ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, താമസമുണ്ട് പറയും. അപ്പോൾ ഒരു പെണ്ണ് പറയുന്നുണ്ട് ഗർഭിണി, എനിക്ക് എൻ്റെ വണ്ടിക്ക് നേരം വൈകുന്നുണ്ട്, ഇപ്പോൾ വണ്ടി എത്തും, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഇവള് മൈൻഡ് ചെയ്യണല്ലോ, വാതിലടച്ച്. അങ്ങനെ ഓരോരുത്തരെ ഇറങ്ങണം. അപ്പോൾ ഇവർ ചേഞ്ച് ചെയ്യണം എന്താണെന്ന് അതുവരെ അവർ ധരിച്ച് വന്ന് വസ്ത്രങ്ങൾ മാറ്റി ട്രെയിനിൽ അർമാദിക്കാനുള്ള ഡ്രസ്സാണ്, ട്രാക്ക് സൂട്ട്, ടീഷർട്ട്. അങ്ങനെ ഇറങ്ങി ഒരു 3-4 കഴിഞ്ഞ ഒരു പെണ്ണ് ഇറങ്ങി അവിടുന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഐറ്റം വെയിറ്റുള്ളൊരു പെൺകുട്ടി. അവളിട്ടങ്ങനെ ഡ്രസ്സ് ഒരു കുട്ടി നിക്കറാണ്. നിക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളുടെ സംഗമസ്ഥാനമല്ലേ, തുടകളുടെ സംഗമസ്ഥാനത്ത് അത് ജോയിൻ്റ് ആവണം. ഇവിടെ നിന്ന് ഒരു 3-4 ഇഞ്ച് മാത്രമേ ഇറക്കുള്ളൂ. ലൂസായിട്ടുള്ളൊരു നിക്കർ, സ്ലീവ്ലെസ് ടീഷർട്ട്. എന്നിട്ട് ഇവളവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവളുടെ കയ്യിൽ അതുവരെ ഇട്ട് വന്ന ഡ്രസ്സൊക്കെ ഉണ്ട്. ഇവൾ കുമ്പിട്ട് നിന്നിട്ട് ഇതൊക്കെ ബാഗിൽ നടക്കുക. എല്ലാ ആൾക്കാരും ഇവളാണ് ഈ നോക്കണത്. അവിടെ ഈ സർവീസൊക്കെ കൊടുക്കണ കുറച്ച് ലേഡീസ് ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ മൂക്കത്ത് കൈ ഇങ്ങനെ വെച്ച് നോക്കുക. കണ്ടിട്ടൊരു അറപ്പാണ് തോന്നിയത്. എന്താണിത്? ഈ പറഞ്ഞ സാധനമൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ തന്നെയാണ് അവിടെ വേറെ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പോൾ അവൾ ട്രെയിനിൽ കയറിയെന്ന് കൂട്ടിക്കുക, അവൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. ഇപ്പോൾ AC-യിലാണെങ്കിൽ ചിലപ്പോൾ പുതപ്പൊക്കെ കൊടുക്കും, കാലുമേ കൂടിയൊക്കെ പുതക്കാൻ പറ്റും. പക്ഷേ ഇവളുടെ സ്വഭാവം വെച്ചിട്ട് ഇവൾക്ക് തുണി അലർജിയാണ്. കുമ്പിട്ട് നിൽക്കണം അറച്ചിട്ട്. സത്യം പറയാം, ഒരു പെണ്ണെന്നൊരാൾ അവളുടെ അങ്ങോട്ടൊക്കെ ആലോചിച്ചാൽ നമുക്കൊരു അറപ്പ് തന്നെയാണ്. അന്യ സ്ത്രീകൾ എന്തൊരു കഷ്ടമാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞ അവളുണ്ട് ബാഗൊക്കെ തൂക്കി പുറത്തേക്ക് പോകണം. അപ്പോൾ അവളുടെ ഒപ്പം ആനനെ പാപ്പാൻ കൊണ്ടുപോകണേ, പാപ്പനിങ്ങനെ ഒപ്പം ഉണ്ടല്ലോ, അതേപോലെ ഒരു ഒപ്പം നടക്കുന്നുണ്ട്. ഇവളുടെ മുഖത്തെ ഗൗരവം കാണണം. എന്തോ ഈ ആൾക്കാരൊക്കെ ഇവളെ തുറിച്ച് നോക്കണം, എന്തൊക്കെ ഒരു ഫീല്. അതീവ ഗൗരവത്തിൽ അവളവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ അവളിങ്ങനെ ഒക്കെ ആനപ്പാപ്പാൻ്റെ പോലെ അവളുടെ ഒപ്പം ഇങ്ങനെ നടന്നു എഴുന്നള്ളിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ തുരുതുരം ഓരോരുത്തരെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇവർ വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. എന്തൊരു അന്ന് ഞാൻ പകൽ ടൗണിൽ കറങ്ങുമ്പോൾ ഒരു സ്കൂട്ടിമേൽ ജീൻസിൻ്റെ ക്ലോത്ത് കൊണ്ട് ഒരു ടോപ്പ്, അതായത് സൈഡ് ഓപ്പണുള്ള ചുരിദാറിൻ്റെ ടോപ്പില്ലേ, ഓവറായിട്ട് ഓപ്പണല്ല, സ്കൂട്ടീൻ്റെ ബാക്കിലൊരു പെണ്ണിരുന്ന് യാത്ര ചെയ്യാം. ഈ ടോപ്പുള്ളു ഫീൽഡില്ല. അതായത് ഇവള് എവിടെയെങ്കിലും ആ വണ്ടി നിർത്തി ഇവള് കാല് പൊന്തിച്ച് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഹതഭാഗ്യനെ അത് കണ്ട് ബോധം കെടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിതിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഡ്രൈവർ പറയണേ, എന്താല്ലേ ഇവളൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണുണ്ടല്ലോ തിരുവനന്തപുരം സ്ലാങ്ങിൽ. എന്നിട്ട് ഡ്രൈവർ ഒരു കാര്യം കൂടി പറഞ്ഞു, കഴക്കൂട്ടം ഭാഗത്ത് ഇതൊന്നും അല്ല സാറേന്ന്. എന്ത് ഇവളുമാർക്കൊക്കെ തുണിനോട് ഇത്ര അലർജി, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞ പെണ്ണുങ്ങളെ പറ്റിയുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ, വിട്ട് നിന്ന് കാണാനുള്ള ലുക്കുള്ളൂ. കൂടുതൽ അങ്ങോട്ടൊക്കെ പ്രദർശിപ്പിച്ച് അതിനെപ്പറ്റിയൊക്കെ ചിന്തിപ്പിക്കുമ്പോൾ ഒരു വെറുപ്പും അറപ്പുമാണ് തോന്നൽ. നമ്മുടെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്, ഇവർക്കൊരു മാനസിക രോഗമാണ്, ശരിക്കും മെൻ്റലി പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞില്ലേ, പല വീഡിയോയിലും പറയാറുണ്ട്, ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലുമൊക്കെ മാറി നിന്ന് ചേട്ടന്മാർ ആയുധം പ്രദർശിപ്പിക്കണം. പല കുട്ടികളും കംപ്ലൈൻറ്റ് പറയലുണ്ട്. ഇത് അതിൻ്റെ മാരക വെർഷനാണിത്. ഇതിന് മരുന്നില്ല. ആ പെണ്ണിന് ആ നിക്കറ് കാണണം, പെറ്റ തള്ള സഹിക്കൂല. അവൾ എന്നിട്ട് ഇറങ്ങിപ്പോണം. അവൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെങ്കിൽ ആ മുന്നിലിരിക്കണ ഹതഭാഗ്യരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. എന്താ ഇവളൊക്കെ വിചാരിച്ചത്? മലയാളമാണ് സംസാരിക്കണത്, ഇംഗ്ലീഷുകാരോ വിദേശികളൊന്നുമല്ല. കേരളത്തിന് പുറത്താണെങ്കിൽ ഇതിനപ്പുറമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ലൈംഗിക ദാരിദ്ര്യമില്ല.
അവിടെ എല്ലാം ഈസിയാണ്. അവിടെ ഉള്ളവർ മൈൻഡ് ചെയ്യില്ല, ഇവിടെ ഉള്ളവർ മൈൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെ കണ്ണിൽ വെറുപ്പാണ് ഞാൻ കണ്ടത്. കുറച്ചൊക്കെ ഇറക്കമില്ലാത്ത നിക്കറൊക്കെ ഇട്ട് പെൺകുട്ടികൾ പോകണൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അതുക്കും മേലെ ഈ ഗൗരി ലക്ഷ്മീൻ്റെ ഒക്കെ ഇതില്ലേ ഗാനമേള, അതുക്കും മേലെ ഗാനമേള ആർട്ടിസ്റ്റ് ഗൗരി ലക്ഷ്മി, അതുക്കും മേലെ. എന്തിന് പറയാനാ മക്കളെ, തിരുവനന്തപുരം അല്ലാത്തൊരു തിരുവനന്തപുരമായി പോയി. നമസ്കാരം.